നമസ്കാരം, വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ മെർഡേക്ക സ്ക്വയറിൽ നിന്ന് നേരെ വെച്ച് പിടിച്ചത് മലേഷ്യയുടെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കായിരുന്നു, ഇസ്താന നഗര. രാവിലെ 8 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്തതെങ്കിലും പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. വലിയ വലിയ VVIPകളൊക്കെ വരുന്ന സമയത്ത് രാജാവിനെ കാണുകയും സന്ദർശിക്കുകയും അവരുടേതായിട്ടുള്ള നയതന്ത്രങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ വളരെ റിസ്ട്രിക്റ്റഡ് ഏരിയയാണിത്. പിന്നെ പൊതുസമൂഹം എന്ന് പറയുന്ന നമ്മൾക്കും ഈ പരിസരങ്ങളിലൊക്കെ കിടന്ന് കറങ്ങാനും ഇഷ്ടംപോലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം. നല്ല അന്തരീക്ഷമാണ്. പ്രത്യേകിച്ച് രാവിലെ ഒരു 7 മണി 8 മണിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റാണെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ വൈകുന്നേരങ്ങളും സായാഹ്ന സമയങ്ങളിലൊക്കെ ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വീഡിയോസ് എടുക്കാം. പക്ഷേ ഞങ്ങൾ നിർഭാഗ്യവശാൽ നല്ല പൊരി വെയിൽ സമയത്താണ് എത്തിയത്. അതിഗംഭീരമായൊരു നിർമ്മിതിയാണ് കേട്ടോ ഇത്. എന്താ പറയുക, ഒരു മലേ ഇസ്ലാമിക് ആർക്കിടെക്ചറൽ ശൈലിയിലാണത് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഒരു യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ഇതിലുണ്ട് എന്ന് വേണം പറയാനായിട്ട്. 2007 ആരംഭിച്ച കൺസ്ട്രക്ഷൻ 2011 കൂടിയാണ് പൂർത്തിയാക്കിയെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 1 ബില്യൺ റിങ്കറ്റോളമാണ് അവർ ഈ ഒരു നാഷണൽ പാലസിന് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത്. ദിനം പ്രതി നിരവധി ടൂറിസ്റ്റുകളാണ് ഈ പാലസിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞങ്ങളും കുറച്ച് ചിത്രങ്ങളൊക്കെ പകർത്തി. ആ ഗേറ്റിൻ്റെ അപ്പുറം ഇപ്പുറത്തും 2 കാവൽ ഭടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പാലസ് ഒരു നോക്കും കൂടിയൊക്കെ കണ്ടു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. നേരെ പോയത് തുഗു നെഗാരയിലേക്കാണ്. മലേഷ്യയുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മറ്റൊരു സ്ഥലമാണിത്, ദേശീയ സ്മാരകം. മലേഷ്യയിൽ ലാൻഡ് ചെയ്ത ആദ്യത്തെ ദിവസം സൈറ്റ് സീനാണെന്ന് പറഞ്ഞപ്പോൾ ചരിത്രപ്രധാനമായിട്ടുള്ള ഇത്തരം സ്ഥലങ്ങളിലൂടെയായിരിക്കും കടന്നു പോകുക എന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചതേയല്ല. അമ്പരചുംബികളായ കുറേ കെട്ടിടങ്ങളും നിർമ്മിതികളും കണ്ട് നിർവൃതിയാണ് ഞാൻ നേരെ ഹോട്ടലിലേക്ക് തിരിച്ച് രാത്രി പോകുമായിരിക്കും. ഇതാണ് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ ദിവസം കടന്നുപോയത്. ടൂർ പാക്കേജും എടുത്തുവന്ന ഒരു കൂട്ടം ടൂറിസ്റ്റുകൾക്ക് അവരുടെ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് കണ്ടതാ ഒരാൾ അവിടെ പോയി നിൽപ്പുണ്ട്. കാഴ്ചയിൽ ഇന്ത്യക്കാരനാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും പറഞ്ഞ ഭാഷ ഇന്ത്യയിലുള്ളതോ ഇംഗ്ലീഷോ അല്ലാത്തതിനാൽ ഞങ്ങൾ അവിടുന്ന് സ്കൂട്ടായി. 1963 ആരംഭിച്ച ഇതിൻ്റെ നിർമ്മാണം 1966 പൂർത്തീകരിച്ചത്. നിർമ്മിതി എന്ന് പറയുമ്പോൾ ഈ കാണുന്നത് മാത്രമല്ല കേട്ടോ, ഇതിന് ചുറ്റുമുള്ള ഫൗണ്ടനും ഇതിൻ്റെ ചുറ്റും വേറെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ പറയുന്ന 3 വർഷം കൊണ്ട് പൂർത്തീകരിച്ചത്. മലേഷ്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന തുങ്കു അബ്ദുൾ റഹ്മാനാണ് ഈ സ്മാരകം പണിയാൻ ഉത്തരവിട്ടത്. 2ാം ലോക മഹായുദ്ധത്തിൽ മരിച്ച സൈനികരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സ്മാരകം അന്ന് നിർമ്മിച്ചതെങ്കിലും മലേഷ്യയുടെ സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ ധീരരായ പുരുഷന്മാരെയും സ്ത്രീകളെയും ഇത് ആദരിക്കുന്നു. ഒരു റിഫ്ലക്റ്റിംഗ് പൂളും ജലധാരകളും വീരമൃത്യു മരിച്ചവർക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്ന ഈ സ്മാരകം കൂടി ചേരുന്നതാണ് ഈ പുണ്യഭൂമി അഥവാ ചരിത്രഭൂമി. ശാന്തമായ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ ആ പഴയ ചരിത്ര നിമിഷങ്ങളിലേക്ക് വഴുതി വീണു പോകും. സ്വാതന്ത്ര്യം സർവ്വധനാൽ പ്രധാനമെന്ന് നമ്മൾ 24 മണിക്കൂറും പറയുമെങ്കിലും അത് സ്വപ്നം കണ്ട്, അത് ആഗ്രഹിച്ച്, അത് മോഹിച്ചൊരു ജനതയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലൊരു വിങ്ങലാണ്. ആ പ്രത്യാശയുടെ നാളുകൾ ഒരു ചുവർചിത്രം പോലെ എൻ്റെ കണ്ണുകളിൽ തെളിയുന്നു. 7 വെങ്കല പ്രതിമകളുടെ ഒരു ശില്പക്കൂട്ടമാണ് ഈ സ്മാരകം. ഓരോ പ്രതിമയും ഓരോ ഗുണങ്ങളെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ധൈര്യം, നേതൃത്വം, ത്യാഗം, ജാഗ്രത, സഹനം, ഐക്യം, ശക്തി എന്നിവയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരു ദീർഘവൃത്താകൃതിയിലുള്ള അടിത്തറയിലാണ് ഈ 7 പ്രതിമകളും ഒരുമിച്ച് നിലകൊള്ളുന്നത്. നടുവിലുള്ള പ്രതിമ ആ മലേഷ്യൻ പതാക ഉയർത്തിപ്പിടിക്കുന്നു. ഒടുവിൽ ആ ചരിത്രഭൂമിയോട് വിട പറഞ്ഞുകൊണ്ട് മലേഷ്യയുടെ ഐക്കോണിക് പ്ലേസായ ട്വിൻ ടവർ ലക്ഷ്യമിട്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. ദാ കാണുന്നതാണ് ട്വിൻ ടവർ അഥവാ ഇരട്ട ഗോപുരം. മലേഷ്യയുടെ അതിവേഗ സാമ്പത്തിക വളർച്ചയുടെയും ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെയും പ്രതീകമാണ് ഈ പറയുന്ന ട്വിൻ ടവർ അഥവാ പെട്രോണാസ് ട്വിൻ ടവർ. 1998 മുതൽ 2004 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളായിരുന്നു ഇവ. ഇന്നും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട ടവറുകളാണ് ഈ കാണുന്നത്. ഈ ടവറിൻ്റെ നിർമ്മാണത്തിന് പിന്നിലും രസകരമായൊരു കഥയുണ്ട്. നിർമ്മാണ പദ്ധതി 1992 ആരംഭിച്ചതെങ്കിലും നിർമ്മാണഘട്ടം അതികഠിനമായ ഒരു പ്രയത്നമായിരുന്നു. 6 വർഷമായിരുന്നു സമയപരിമിതി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സമയപരിമിതി പാലിക്കുന്നതിന് വേണ്ടിയിട്ട് 2 വ്യത്യസ്ത കമ്പനികളെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ഒന്ന് ഒരു ജാപ്പനീസ് കമ്പനിയും മറ്റേത് ഒരു സൗത്ത് കൊറിയൻ കമ്പനിയും. ഓരോ കമ്പനിയും ഓരോ ടവറിൻ്റെ നിർമ്മാണമാണ് ഏറ്റെടുത്തത്. എന്നാൽ ദൗത്യം ഏറ്റെടുത്ത 2 കമ്പനികളും സൗഹൃദപരവും എന്നാൽ തീവ്രവുമായ ഒരു മത്സരത്തിനാണ് വഴിയൊരുക്കിയത്. ഒടുവിൽ ടവർ 2 ദൗത്യം ഏറ്റെടുത്ത സൗത്ത് കൊറിയൻ ടീമാണ്
മത്സരത്തിൽ വിജയിച്ചത്. പിന്നീട് ഇരു ടവറുകളുടെ നിർമ്മാണത്തിന് ശേഷം 1999 പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്തത്. മലേഷ്യയുടെ വികസനത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് പെട്രോണാസ് ടവറുകൾ. ഇവിടെ വലിയൊരു ഷോപ്പിംഗ് മാളുണ്ട്, KLCC അഥവാ സൂര്യ KLCC. പോരാത്തതിന് ഒരു പബ്ലിക് പാർക്കുണ്ട്, പിന്നെ ഒരു കൺസേർട്ട് ഹാളുണ്ട്. അവിടെയാണെങ്കിൽ എപ്പോഴും ഓരോ കലാകാരന്മാരുടെ ഓരോരോ പ്രോഗ്രാമുകളൊക്കെ അവിടെ കാണാം. അങ്ങനെ ഇതൊരു വാണിജ്യ സാംസ്കാരിക വിനോദ കേന്ദ്രമെന്ന് വേണം വിശേഷിപ്പിക്കാനായിട്ട്. അങ്ങനെ കാഴ്ചകൾ കണ്ട അവശരായ ഞങ്ങൾ ഭക്ഷണവും കഴിച്ച് പയ്യെ ഹോട്ടൽ ലക്ഷ്യമിട്ട് തിരിച്ചു. മലേഷ്യയിൽ വന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ. അതിപ്പോൾ മെട്രോയുടെ കാര്യമായാലും ശരി, റോഡിൻ്റെ സൗകര്യമായാലും ശരി, എല്ലാ രീതിയിലും അവരൊരു മാതൃക പുലർത്തുന്നുണ്ട്. അതിൽ ഒരു വലിയ പങ്ക് പൗരന്മാരുടെ തന്നെയാണ്. റോഡ് മര്യാദകൾ പാലിക്കുന്ന കാര്യത്തിൽ അവർ നമ്മളെക്കാട്ടിലും ബഹുദൂരം മുന്നിലെന്ന് വേണം പറയാൻ. തെറ്റായ ദിശയിലൂടെയുള്ള വാഹനമോടിക്കലും അമിതമായിട്ടുള്ള ഹോണടിയും സിഗ്നൽ തെറ്റിച്ചുള്ള കടന്നുകയറ്റവും ഒന്നും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം വരച്ച വരയിൽ തന്നെ. നമ്മുടെ നാട്ടിൽ സീബ്ര ലൈനൊക്കെ സീബ്രകൾക്ക് കടന്നു പോകാനുള്ളതാണെങ്കിൽ ഇവിടെ മനുഷ്യന്മാർ സിഗ്നലുകൾ നോക്കി റോഡ് ക്രോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ബൈ ദ ബൈ, സീബ്രയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വിശപ്പായി. ഓരോ കടയിലേക്കും സീബ്രകൾ എത്തി നോക്കുന്നത് കണക്ക് കൃഷ്ണ എത്തി നോക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കി. വിശപ്പായി ഗായ്സ്, വിശപ്പായി. പക്ഷേ കൃഷ്ണ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അതിപ്രശസ്തമായ ചൈന ടൗൺ തെരുവുകളിലൂടെ വെജിറ്റേറിയൻ ഭക്ഷണം തപ്പി നടന്നതുകൊണ്ട് ഫുഡ് ബ്ലോഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാം. ബൈ.